ഒരിക്കലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ചേർന്നൊരു കാര്യമല്ലത്. കാരണം ആ കുട്ടി മാരീഡാണോ മാരീഡല്ലേ, അതിപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു ചിലപ്പോൾ സോൾവ് ചെയ്യാൻ ചെന്നതായിരിക്കും. അപ്പം പുള്ളിക്കാരൻ ആ ഒരു ട്രസ്റ്റ് ദുരുപയോഗം ചെയ്ത് എന്ന് മാത്രം, അത് മാത്രമല്ല എത്രയോ കേസുകൾ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഒരിക്കലും ആ ഒരു സ്ഥാനത്തിന് യോജിച്ച ഒരാളല്ല. നിയമത്തിൽ നിന്ന് ഇങ്ങനെ ഓടി ഒളിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ലേ പുള്ളിക്കാരൻ വരട്ടെ, എന്താണെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നേരിടട്ടെ. പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഒളിവില്ലല്ലേ, പുള്ളിക്കാരൻ എവിടാന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടതൊക്കെ വാസ്തവമാണെന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തനത്തിന് പറ്റിയ ഒരു ശൈലിയല്ല അദ്ദേഹം സ്വീകരിച്ചത്. പിന്നെ കോടതി വിധി വരാതെ നമുക്ക് ആരെയും പ്രതിയാണ് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള കാര്യങ്ങൾ ബാക്കി അറിഞ്ഞിട്ട് പറയാം. മറ്റൊരു കാര്യം, ഇതിന് സമാനമായ രീതിയായിരുന്നു കൊല്ലം എം.എൽ.എ. മുകേഷ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനത്തെ നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. അതിനോട് എന്താ പറയാനുള്ളത്? അതാണ് നമ്മളിപ്പം കേരളം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്നുള്ള പാർട്ടി എടുത്തിരിക്കുന്ന ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണെന്നാണ് ഇതിപ്പം എതിർ പാർട്ടിക്കാരായാലും പറയുന്നത്. ഈ അലിഗേഷൻ വന്ന സമയത്ത് തന്നെ അവർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റുകയും ഇപ്പം കോടതി വിധി വന്നത് 2/25 മുൻകൂർ ജാമ്യം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടില്ല എന്ന്. 2/26 2:30 മുന്നേ ആയിട്ട് തന്നെ പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. അപ്പം ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത്. പക്ഷേ കൊല്ലം എം.എൽ.എയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ പരാതിക്കാരി നേരിട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും എന്താണ് ഉണ്ടായത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കകത്തുള്ള പൊതുപ്രവർത്തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ വെച്ച് പൊലിപ്പിക്കാറില്ല. ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ അന്നും ഇന്നും ഇങ്ങനെ ഉണ്ടാവാറില്ലായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ അലിഗേഷൻ ഉണ്ടായ സമയത്ത് പോലും അങ്ങനെ കോൺഗ്രസിൽ നിന്നും ഭയങ്കരമായ സപ്പോർട്ടൊന്നും അവർക്ക് കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ്. നാട്ടിലെ ബാക്കി കോൺഗ്രസ്സിലുള്ള ആരിങ്ങനെയൊക്കെ ചെയ്താലും ഉടനെ തന്നെ പാർട്ടി നടപടി സ്വീകരിക്കാറാണ് പതിവ്. ആ കാര്യത്തിനകത്ത് കോൺഗ്രസ് നല്ല തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കേസ് വായിച്ചായിരുന്നു. പിന്നെ അഭിപ്രായം എന്ന് പറയാൻ ഒരിക്കലും അല്ല. പിന്നെ ഒരു വ്യക്തി അധികാരത്തിൽ വരുമ്പോഴാണല്ലോ പുള്ളിക്കെതിരെയുള്ള ഇപ്പം അലീഷായിട്ടുള്ള ഡിഫാമേഷനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും വരുന്നത്. അപ്പം പുള്ളി ഒരു സാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാരും അറിയാതെ പോയേനെ. ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഡിഫാമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വന്നെന്നാണ് എൻ്റെ ഒരു ആസ്പെക്റ്റ്. സ്ത്രീ പ്രതികരിക്കണം. അത് പുള്ളിക്കാരത്തി ചെയ്തു, ഇയാൾക്കെതിരെ ചെയ്തു. പക്ഷേ ഇതൊരു പൊതുപ്രവർത്തനം ആയതുകൊണ്ട് ഒരു ചർച്ചയായി. ഇതുപോലെയുള്ള പല കേസുകളും ജനങ്ങൾ അറിയാത്തതായിട്ടുണ്ട്. അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇതുപോലത്തെ നടപടികളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അത് ശരിയല്ല. എത്ര വലിയ ആളാണെങ്കിലും എല്ലാ ആൾക്കാരും ഒരുപോലെ. അപ്പോൾ അയാൾക്കെതിരെയും കേസ് എടുക്കണം, അതാണ് വേണ്ടത്. ഒരിക്കലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ചേർന്നൊരു കാര്യമല്ലത്. കാരണം ആ കുട്ടി മാരീഡാണോ മാരീഡല്ലേ, അതിപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു ചിലപ്പോൾ സോൾവ് ചെയ്യാൻ ചെന്നതായിരിക്കും. അപ്പം പുള്ളിക്കാരൻ ആ ഒരു ട്രസ്റ്റ് ദുരുപയോഗം ചെയ്ത് എന്ന് മാത്രം, അത് മാത്രമല്ല എത്രയോ കേസുകൾ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഒരിക്കലും ആ ഒരു സ്ഥാനത്തിന് യോജിച്ച ഒരാളല്ല. നിയമത്തിൽ നിന്ന് ഇങ്ങനെ ഓടി ഒളിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ലേ പുള്ളിക്കാരൻ വരട്ടെ, എന്താണെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നേരിടട്ടെ. പക്ഷെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഒളിവില്ലല്ലേ, പുള്ളിക്കാരൻ എവിടാന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. അതാണ് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു രാഷ്ട്രീയം ബേസ് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അപ്പം ഇപ്പം സിറ്റിംഗ് പാർട്ടി അവരുടെ വിഷയം വന്നു കഴിഞ്ഞാൽ ആ ഇതിനെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയിലെ ആൾക്കാർ വരുമ്പോൾ ആ വിഷയം കുത്തിപ്പൊക്കുക. ഇത് ആക്ച്വലി ഇങ്ങനെ വലിയ പ്രശ്നമാക്കേണ്ടതല്ല. നിയമത്തിൻ്റെ വഴിയിൽ അന്വേഷണം നടക്കുക, ആ പ്രകാരം കോടതിയിൽ ഒരു ഉത്തരവ് വരുന്നു, അതിൻ്റെ രീതിയിൽ പോകേണ്ട ഒരു കാര്യമാണ്. ഇത് പൊളിറ്റിക്കൽ ബേസിൽ തന്നെ പ്രശ്നമാക്കുന്നതാണ്. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടുള്ളത്. എല്ലാവരുടെയിലും തെറ്റുകളുണ്ട്, പക്ഷെ ഇത് ഇച്ചിരി കടന്നു കൈയായിപ്പോയി. ഒരിക്കലും ഞാൻ ഈയിടെ കേട്ടിരുന്നു അമ്മയുടെ പ്രായമുള്ളവരുടെ വരെ തെറ്റായ രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാ പാർട്ടിയിലും എല്ലാത്തിലും തെറ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇത് കടന്ന കൈയായി. ഞാൻ ആ പാർട്ടി വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വന്തം പാർട്ടിയിലുള്ള ഒരാളായാലും ചെയ്താലും അത് തെറ്റ് തന്നെ, അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ നിലപാട് അതാ പറയുന്നത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അയാൾ അനുഭവിക്കണം.
അത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറയുന്നത് വെച്ചാൽ ഞാൻ ആ പാർട്ടിയുടെ ഐഡിയോളജിയിലാണ് വിശ്വസിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ തെറ്റ് ചെയ്ത് ആര് തെറ്റ് ചെയ്താലും അയാൾ ശിക്ഷ അനുഭവിക്കണം, അത്ര എനിക്ക് പറയാം. ഒരിക്കലും ഒരു സ്ത്രീയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പോലും ആയിട്ട് പോലും അങ്ങനെ പ്രവർത്തിച്ച സ്ഥിതിക്ക് അത് വളരെ തെറ്റായൊരു കാര്യമാണ്. അതെ അതെ, നിയമം എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചേ പറ്റൂ. അല്ല, നമ്മളെല്ലാവരെയും നമ്മൾ നയിക്കുന്ന ഒരാളല്ലേ, അപ്പം അങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും തെറ്റായിട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അയാളല്ലേ കണ്ടുപഠിക്കുന്നത്, നമ്മളുടെ ആരാ MLA ആണ്. ഞാൻ അറിഞ്ഞായിരുന്നു, എല്ലാം അറിഞ്ഞായിരുന്നു. പിന്നെ അത് അതെ അതെ, പിന്നെ അത് എല്ലാം കറക്റ്റാണോന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അവരിനി കള്ളമാണ് പറഞ്ഞതെന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം കേസൊക്കെ നടക്കുമല്ലേ, വിധി അറിയട്ടെ. എന്തായാലും കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, പക്ഷേ ഒരു പൊതുപ്രവർത്തകനായാലും ആരായാലും ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥികളെല്ലാം പറയുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.